മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതകാലം മുഴുവൻ അച്ചടക്കം പാലിക്കുവാനും മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇന്ന് റജബിലെ ആദ്യത്തെ ജുമുഅയാണ്. ഇനി ഒരു മാസം കൂടി പിന്നിട്ടാൽ മഹത്തായ ഖുർആനിൻ്റെ മാസത്തിന് നാം സാക്ഷികളാകും. റജബിൽ ഈ ഒരു മാസം അള്ളാഹു നിയമം വഴി ആദരിച്ചിരിക്കുന്നു എന്ന് മനുഷ്യകുലത്തെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ അറിയിച്ച ദിൽഖഅദ, ദിൽഹിജ്ജ, മുഹറം, റജബ് ഇങ്ങനെ 4 മാസങ്ങൾ പവിത്രങ്ങളാണ്. യുദ്ധം നിരോധിക്കപ്പെട്ട മാസമാണ്, ആദരണീയ മാസമാകുന്നു എന്ന് അള്ളാഹു അറിയിച്ച 4ാമത്തെ മാസമാണ് റജബ്. മറ്റു 3 മാസങ്ങൾ ഒരുമിച്ചുള്ളതാണ്: ദുൽഖഅദ, ദിൽഹിജ്ജ, മുഹറം. റജബിൽ മുസ്ലിം ലോകത്ത് സുപരിചിതമായ 2 സംഭവങ്ങൾ, അതൊരു സാധാരണയ്ക്ക് വ്യത്യസ്തമായി അള്ളാഹുവിൻ്റെ അപാരമായ കഴിവുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സാധ്യമാക്കിയ ഒരു മാസമാണ് റജബ്. അതിലൊന്ന് ഇസ്റാ എന്ന് അറിയപ്പെടുന്നു, മറ്റൊന്ന് മിഅ്റാജ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഇസ്റാ എന്ന പേരിൽ വിശുദ്ധ ഖുർആനിൽ ഒരധ്യായം തന്നെയുണ്ട്. ആ സൂറത്ത് ആരംഭിക്കുന്നത് ഈ മഹത്തായ വിഷയം ഉൾക്കൊള്ളുന്ന വചനം വഴിയാണ്. അതിൻ്റെ അവതരണാരംഭം. പിന്നീട് അതിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണർത്തുന്നുണ്ട്. മിഅ്റാജ് ആകട്ടെ നേർക്ക് നേരെ ഈ സൂറയിൽ പ്രതിപാദനമില്ലെങ്കിലും അർത്ഥതലത്തിലും ആശയതലത്തിലും മിഅ്റാജുമായി ഈ സംഭവത്തിന് ബന്ധവുമുണ്ട്. സൂറത്തുൻ നജ്മ്, ആ നജ്മിൽ 14 മുതൽ 18 വരെയുള്ള ആയത്തുകൾ രണ്ടാമത് പറഞ്ഞ മിഅ്റാജുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ പരാമർശങ്ങളാണ് എന്നത്രേ പൂർവികരായ മുഫസ്സിറുകളിൽ സിംഹഭാഗവും. ഇബ്നു ജരീർ തബരിയെ പോലുള്ളവർ, പിന്നീട് ഇങ്ങേയറ്റത്ത് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു വരെ ആ വചനങ്ങളുടെ താല്പര്യം മിഅ്റാജാകുന്നു എന്ന് അടയാളപ്പെടുത്തിയവരും ആ വിശദീകരണത്തിൽ പൂർണ്ണമായി സമ്മതം നൽകുകയും ചെയ്തവരാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാത്തിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഈ ഒരായത്താണ് ഈ സൂറയ്ക്ക് നാമകരണത്തിന് നിമിത്തമായത്. ഇസ്റാ എന്ന പദം ഉപയോഗിച്ച ആയത്തിതാണ്. പിന്നെ വന്നു പോകുന്നത് മൂസാ നബിയുടെ ജീവചരിത്രത്തിലേക്കാണ് ഈ സൂറ കടന്നു പോവുക. അപ്പൊ ഈ ഒരൊറ്റ ആയത്താണ് ഈ അധ്യായത്തിൻ്റെ പേരിലുള്ളത് എന്നർത്ഥം. അള്ളാഹു സാധാരണയ്ക്ക് വിരുദ്ധമായി അഥവാ അസാധാരണ സംഭവത്തെ എടുത്തുദ്ധരിക്കുമ്പോഴാണ്
അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ സ്വയം എടുത്തു പറഞ്ഞിട്ട് ആരംഭിക്കുക. അതുകൊണ്ടാണ് സുബ്ഹാനല്ലദീ, അള്ളാഹു പരിശുദ്ധനാകുന്നു, അവൻ്റെ ആ മഹത്വം വെളിപ്പെടുത്തിയ ശേഷം പറയുന്ന വാക്ക് അസ്റാ ബി അബ്ദിഹി, തൻ്റെ അബ്ദിനെ, ദാസനെ അള്ളാഹു രാത്രി സഞ്ചരിപ്പിച്ചു. ഇസ്റാ എന്ന പദത്തിൻ്റെ അർത്ഥം രാത്രിയിലെ സഞ്ചാരത്തിനാണ് ആ പദം ഉപയോഗിക്കുക. യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ രണ്ടാമത്തെ പേരതാണ് ഇസ്റാ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വംശാവലി ബനു ഇസ്രായീൽ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം. ഇവിടെ അള്ളാഹു തൻ്റെ ദാസനെ രാത്രിയിൽ സഞ്ചരിപ്പിക്കുകയുണ്ടായി. അസ്റാ ബി അബ്ദിഹി ലൈലൻ, രാത്രിയിൽ, മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറമിൽ നിന്ന്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, അലി, ഇബ്നു അബ്ബാസ്, അബൂദർ, അനസ് തുടങ്ങി പ്രഗത്ഭമതികളായ ആദ്യകാല പ്രമുഖ സഹാബികളിൽ നിന്ന് ബുഖാരിയും മുസ്ലിമും അടക്കം സർവാംഗീകൃതമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ദൈർഘ്യമുള്ളതും ഹ്രസ്വമായ ക്രമത്തിലും ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. ഇതെല്ലാം ഈ പ്രമുഖ സഹാബികളിൽ നിന്നുള്ളതാണ്. അപ്പൊ അവർ ഈ ഹദീസ് അങ്ങനെ ഉദ്ധരിച്ചത് കൊണ്ട് ഇബ്നു ജരീർ തബരിയും ഹാഫിള് ഇബ്നു കസീർ അലൈഹിർ റഹ്മയും സമർത്ഥിക്കുന്നത് ഇസ്രായിനെ സംബന്ധിച്ച് അത് രാത്രിയിലെ ഉറക്കത്തിൽ നബിക്ക് അനുഭവപ്പെട്ട ഒരു സ്വപ്ന സഞ്ചാരമാണ് എന്ന അഭിപ്രായഗതി ഒരിക്കലും ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ ബി അബ്ദിഹി എന്നാണ് അള്ളാഹു ഇവിടെ പരാമർശിച്ചത്. ഏതാണ്ട് സിംഹഭാഗം സഹാബികളും ഈ അഭിപ്രായം അംഗീകരിക്കുന്നവരാണ്. സ്ഥൂല ശരീരത്തോടു കൂടി തന്നെയാണ് ഇസ്റാ ഉണ്ടായത് എന്നതിൽ പൂർവിക സഹാബികൾക്കിടയിൽ പറയത്തക്ക ഭിന്നതകളില്ല. ആകെ ഉള്ളത് 3 ആളുകളുടെ അഭിപ്രായമാണ്. ഒന്ന് മഹദി ആയിഷ അലൈഹിർ റഹ്മ, മറ്റൊന്ന് മുആവിയ, മൂന്നാമത് ഹസൻ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 3 പേരുടെ റിവായത്തുകളാണ് ഹദീസിന്റെ ലോകത്തുള്ളത്. പക്ഷെ അത് നിരൂപണ വിധേയമാകുമ്പോൾ ആയിഷ ബീവി അന്ന് തീരെ കുഞ്ഞുകുട്ടിയാണ്, നബിയുടെ പത്നിയല്ല. എല്ലാവർക്കും സുപരിചിതമാണ് ആ വിഷയം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ അലൈഹിർ റഹ്മ നബിയുടെ ഭാര്യാപദം അലങ്കരിക്കുന്നത് മദീനയിലെത്തിയ ശേഷമാണ്. ഇസ്റാഉം മിഅ്റാജും നബിയുടെ ഹിജ്റയ്ക്ക് മുൻപുമാണ്. അപ്പൊ അതുകൊണ്ട് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലെ അഭിപ്രായം എന്നതിനപ്പുറം ഒരു പരിഗണന വേണ്ട ആയിഷ ബീവിയുടെ ആ വാക്കിനോട് എന്നത്രേ സഹാബികളുടെ അഭിപ്രായം. മറ്റൊന്ന് മുആവിയയാണ്. മുആവിയ ഈ വിഷയം കലവറ കൂടാതെ നിഷേധിച്ചു എന്ന് മാത്രമല്ല, നബി ഈ പറഞ്ഞ കാര്യങ്ങളോട് ഒട്ടനവധി ചോദ്യങ്ങളിലൂടെ നബിയെ മുട്ടുകുത്തിക്കാൻ ശ്രമിച്ച മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്നിരുന്നയാളാണ് മുആവിയ. അന്ന് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹമാണ് ഇതൊരു സ്വപ്നമായിരുന്നു എന്നൊക്കെ അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ട് ആ അഭിപ്രായം മുഖവിലക്കെടുക്കാൻ പറ്റുന്നതല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു, മസ്ജിദുൽ ഹറമിൽ നിന്നാണ് രാത്രി സഞ്ചരിച്ചത്. പോയത് മസ്ജിദുൽ അഖ്സയിലേക്കാണ്. ആ പദം ആ പള്ളിക്ക് ഉപയോഗിക്കാൻ കാരണം നബിയുടെ ആ കാലഘട്ടത്തിൽ അതിനപ്പുറം വേറൊരു പള്ളിയില്ല.
അതുകൊണ്ടാണ് അങ്ങേയറ്റത്തുള്ള പള്ളി എന്ന പ്രയോഗം ഖുർആനിൽ വരാൻ കാരണം. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ച് പറഞ്ഞ അർത്ഥം. അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സയിലേക്കാണ് പോയത്. അപ്പൊ മസ്ജിദുൽ അഖ്സ 1 മാസത്തെ വഴിദൂരമാണ് അക്കാലഘട്ടത്തിൽ. അത്രയും തന്നെ സമയം തിരിച്ചു വരാനും വേണം. അപ്പൊ ഒരു അസാധാരണ സംഭവം, വലിയ കോളിളക്കമായല്ലോ ആ വാർത്ത. അപ്പൊ ഇത് ശരിയോ തെറ്റോ എന്ന് അന്വേഷിക്കാൻ കുറേ അധികം പരീക്ഷണങ്ങൾ നടത്തി ഖുറൈശികൾ. ആ പരീക്ഷണം ഈ കച്ചവടക്കാരായ ഖുറൈശികളിൽ പലരും മസ്ജിദുൽ അഖ്സയിൽ പോവുകയും അവിടുത്തെ എല്ലാ കാര്യങ്ങളും കണ്ടു മനസ്സിലാക്കുകയും അറിയുകയും പള്ളിയുടെ രൂപഭാവങ്ങളെല്ലാം സുപരിചിതമാവുകയും ചെയ്ത കുറേ അധികം ആളുകൾ തിരിച്ച് കച്ചവടം കഴിഞ്ഞു വരട്ടെ, എന്നിട്ട് നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞ് സമാധാനിച്ചിരുന്ന ഖുറൈശികൾ നബിയോട് ഒരു വലിയ സദസ്സിന്റെ മുൻപിൽ മസ്ജിദുൽ അഖ്സയെ കുറിച്ച് ഓരോന്നും ചോദിച്ചു. അപ്പോൾ വളരെ കൃത്യമായി അതിന് മറുപടി നൽകി. അത് ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പൊ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു മുത്തഫഖുൻ അലൈഹിയായ ഹദീസിന്റെ വിവരണത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുക. അപ്പൊ അത് പറഞ്ഞിട്ട് നബിയോട് ചോദിച്ച എല്ലാ ചോദ്യവും ശരിയാണ്. റസൂലുള്ള അവിടെ വച്ചാണ് അവസാനം 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ച ശേഷം തൻ്റെ വാഹനം ബുറാക്ക് പള്ളിയുടെ വെളിയിൽ കെട്ടിയിടുകയാണ് ചെയ്തത്. ആ സ്ഥാനത്തെക്കുറിച്ച് പിന്നെ നബി നമസ്കരിച്ച സ്ഥാനമുണ്ട്. അവിടെ മുഴുവൻ അംബിയ മുർസലുകൾക്കും നബി ഇമാമത്ത് നിന്നാണ് മസ്ജിദുൽ അഖ്സയിൽ നമസ്കരിച്ചത്. ഇതൊന്നും ഒരു അത്ഭുതകരമായ സംഭവമല്ല മുഅ്മിനുകളെ സംബന്ധിച്ച്. കാരണം 1 മാസം കാറ്റ് സുലൈമാൻ അലൈഹിസ്സലാമിനെ സഞ്ചരിപ്പിച്ചത് ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഷഹ്റൻ, 1 മാസത്തെ വഴിദൂരമാണ് ചുരുങ്ങിയ സമയം കൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം സഞ്ചരിച്ചത്. യമനിലെ ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം കണ്ണ് അടച്ച് തുറക്കുന്നതിന് മുൻപ്, നിമിഷം എന്ന് പോലും പറയാൻ കഴിയില്ല, ആ സമയം കൊണ്ട് അദ്ദേഹം തൻ്റെ സിംഹാസനത്തിൻ്റെ സമീപം കൊണ്ടുവന്നു എന്നത് ഖുർആനിൽ തന്നെ അള്ളാഹു പ്രസ്താവിച്ചതാണ്. അപ്പം ഇസ്രായിൽ ഉള്ള ഈ സംഭവമൊന്നും വിശ്വാസികളെ സംബന്ധിച്ച് നിഷേധിക്കാനും മാത്രമുള്ളൊരു അത്ഭുതമൊന്നും ഇതിനകത്തില്ല. അള്ളാഹുവിൻ്റെ ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ തന്നെ പറയുന്നത് അവൻ എല്ലാം കേൾക്കുന്നവനും സർവവും കാണുന്നവനുമാണ്. അവന് എല്ലാം വളരെ ലളിതവും എളുപ്പവും നിഷ്പ്രയാസവും ആകുന്നു. ഇതാണ് അതിനെ സംബന്ധിച്ച് മുഫസ്സിറുകൾ ഇമാം തബരി അലൈഹി റഹ്മയും ഇബ്നു കസീറും സംക്ഷിപ്തമായി വിവരിച്ചിട്ടുള്ളത്. നമ്മളിന്ന് ഒരു റജബ് വരുമ്പോൾ കുറേ ബിദ്അത്തുകൾ എങ്ങനെ ചെയ്യാമെന്ന് ആലോചിക്കുന്ന ഒരു കാലമാണ്. അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് അറിയലല്ല ആർക്കും താല്പര്യം. നമുക്ക് എന്തൊക്കെ ആചാരം ഉണ്ടാക്കിയെടുക്കാം എന്ന ചിന്തയിലാണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പുകളും ഇങ്ങനെ ഇന്ന ദിക്ർ ചെല്ലുക, ഇന്ന ആയത്ത് ഓതുക, ഇത്ര വട്ടം ഓതുക, ഇന്ന ദുആ ചെയ്യുക, യാസീൻ ഓതുക, നോമ്പ് എടുക്കുക, അങ്ങനെ തുടങ്ങി വൈവിധ്യം നിറഞ്ഞ ആചാരങ്ങൾ ഓരോ സമയത്തും കൂടുതൽ ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധ പുലർത്തുകയാണിപ്പോൾ. പക്ഷേ ഈ ആയത്തുദ്ധരിക്കുന്നത് അതൊന്നും അല്ല വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാ വിവരണാതീതമായി ഒറ്റപ്പെട്ട ഒരു സമയത്താണ്. അബൂ താലിബിന്റെ മരണം കഴിഞ്ഞു. നബിയുടെ താങ്ങും തണലും ശക്തിയും പ്രതീക്ഷയും പിന്തുണയുമായിരുന്ന ഖദീജ അലൈഹിർ റഹ്മ വഫാത്തായി. വലിയ പരീക്ഷണ വിധേയമായ ഒരു സമയം, അതുപോലൊരു പരീക്ഷണഘട്ടം പിന്നെ ഉണ്ടായിട്ടില്ല.
ആ സമയത്താണ് അള്ളാഹുവിന്റെ റസൂലിനെ ഇഹലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ അത്യാത്ഭുതങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഈ യാത്ര ചെയ്യിപ്പിച്ചത്. ഇതുപോലെ ഒരു സന്ദർഭം ഖുർആൻ എടുത്തുദ്ധരിച്ചത് ഇബ്രാഹിം അലൈഹിസ്സലാമിനെയാണ്. അദ്ദേഹത്തെ ഈ യാത്രയിൽ നബി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ഹദീസിലുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു നബിയുടെ ഈ ഇസ്രാഉം മിഅ്റാജും പോലെയല്ല, അഖില ലോകങ്ങളും ദർശിപ്പിച്ചു എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. കദാലിക നുരിയൽ ഇബ്രാഹിമ മലകൂത്തസ് സമാവാതി വൽ അർള്, ഈ മഹാപ്രപഞ്ചത്തിന്റെ, ഈ മഹാപ്രകൃതിയുടെ, അതിന്റെ നിയാമക കേന്ദ്രം വരെ അദ്ദേഹത്തിന് അള്ളാഹു കാണിച്ചു കൊടുത്തു എന്നാണ്. അപ്പൊ ഇതിൻ്റെയും മുകളിലേക്ക് അദ്ദേഹത്തിന് വളരാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇബ്രാഹീമിന് നമ്രൂദ് അടക്കമുള്ള പ്രകൃതികളും എന്തെല്ലാം ദ്രോഹം ചെയ്തതും നിസ്സാരമായി കാണാൻ കഴിഞ്ഞത്. അദ്ദേഹം വളരെ പുഞ്ചിരിയോടെയാണ് ഈ അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെടുമ്പോഴും ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം ഈ മഹാപ്രപഞ്ചത്തിന്റെ നിഗൂഢതകളുടെ മുകളിൽ അതിന്റെ ആജ്ഞാധികാര ശക്തിയായ അള്ളാഹുവിന്റെ സിംഹാസനം വരെ അദ്ദേഹം ദർശിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ആത്മധൈര്യം, ഈമാനികമായ ശക്തിയും കരുത്തും ഉണ്ടായത് എന്ന് തഫ്സീറുകാർ അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതെല്ലാം പൂർവിക തഫ്സീറുകളുടെ വിവരണമാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. അപ്പൊ നബിയുടെ ഈ ഇസ്രാ വിശ്വാസികളെ സംബന്ധിച്ച അത്ഭുതത്തോടൊപ്പം തങ്ങളുടെ വിശ്വാസത്തിന് ഒരു വലിയ പ്രതീക്ഷയും ശക്തിയും പ്രദാനം ചെയ്യുന്നു നബിയുടെ ഈ സംഭവം. ലൈലൻ മിനൽ മസ്ജിദുൽ ഹറാം, പള്ളിയിൽ നിന്നാണോ അതല്ല മസ്ജിദുൽ ഹറമിന്റെ പരിസരങ്ങളിൽ നിന്നോ, ഈ ഹദീസുകളെല്ലാം പരാമർശിച്ചതിൽ ചില വാക്കുകൾ കഅബയുടെ ചേർന്ന് കഅബയുടെ ഉൾഭാഗമായി മാറ്റിയിടപ്പെട്ട ഒരു സ്ഥലമുണ്ട്. ഹിജ്ർ ഇസ്മായിൽ എന്നാണ് അതിന്റെ പേര്. ഹിജ്റിൽ ആണ് നബി അന്ന് കിടന്നുറങ്ങിയത് എന്നും അവിടെ നിന്നാണ് ഇസ്രാ ഉണ്ടായത് എന്നുമാണ് ചില റിവായത്തുകൾ. അതല്ല, നബിയുടെ സഹോദരി ഉമ്മുഹാനി അലൈഹിർ റഹ്മയുടെ വീട്ടിൽ നിന്നാണ് നബിയുടെ ഇസ്രാ ഉണ്ടായത്. ഒരു മാസത്തെ വഴി ദൂരം ബൈത്തുൽ മുഖദ്ദസിലെത്തി. ബുറാക്കിലാണ് സഞ്ചാരം. നബിയുടെ മൃഗത്തിന്റെ, ഒട്ടകത്തിന്റെ അല്ലെങ്കിൽ വാഹനത്തിന്റെ പേരാണ്. അവിടെ നിന്നാണ് മിഅ്റാജ് ഉണ്ടായത്. സൂറത്തുൻ നജ്മ് മിഅ്റാജിനെ അറിയിച്ചത് ഇബ്രാഹിം നബിയെ എത്രത്തോളം ഉയർത്തിയോ അതിനപ്പുറത്തേക്ക് എത്തിക്കുകയാണ്. കാബ കൗസൈനി ഔ അദ്നാ സുമ്മ ദനാ ഫതദല്ല ഫകാന ഖാബ കൗസൈനി ഔ അദ്നാ. സൂറത്തുൽ നജ്മിന്റെ വചനങ്ങളാണ്. അപ്പൊ ആ നിലയിൽ ഒരു അമ്പ് വില്ല് കുലയ്ക്കുന്ന സമയത്ത് രണ്ടറ്റവും എപ്രകാരം ചേർന്ന് തൊട്ടടുത്ത് വരുമോ അതുപോലെ അദ്ദേഹത്തിന് സാമീപ്യം ലഭിച്ചു എന്നാണ്. ഈ നമ്മുടെ ഫത്ഹുൽ മുഈനിന്റെ ഗ്രന്ഥകർത്താവ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതിയ അദ്കിയുണ്ട്. അതിൽ ഇസ്രാഉം മിഅ്റാജും വിവരിക്കുന്നത് 5 വരികൾ ചേർന്ന കവിതയിലായിട്ടാണ്. അത് ആ ട്യൂണിലാണ് അത് പാരായണം ചെയ്യുക. അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞത് അത്താഹുന്നിദായ സയ്യിദർ റുസുലി ലാ തഖഫ് അനല്ലാഹു മിന്നി ബിത്തഹിയാതി തുബ്ദഉ. അല്ലാഹുവിൽ നിന്ന് വിളിയാളമുണ്ടായി, മുഹമ്മദേ ഞാനാണ് അല്ലാഹു, നീ അടുക്കുക. തഹിയ്യത്ത് കൊണ്ട് നീ ആരംഭിക്കണം, എൻ്റെ മുൻപിൽ നീ തഹിയ്യത്ത് സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിച്ചതാണ് നമ്മുടെ നമസ്കാരത്തിലെ അത്തഹിയ്യാത്ത്. അത്തഹിയ്യാത്തു അത്വയ്യിബാത്തു അൽ മുബാറക്കാത്തു അസ്വലവാത്തു
എന്ന് തുടങ്ങുന്ന പദങ്ങളിലൂടെ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന് സമർപ്പിച്ച തഹിയ്യത്താണ് ഈ അത്തഹിയ്യാത്ത്. അപ്പൊ അതിന് മറുപടി ഉണ്ടായി. ആ മറുപടി അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് യാ മുഹമ്മദ്. അവർ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നബിയുടെ മേൽ സലാം ഉണ്ടായി. അപ്പൊ ആ സലാമിന്റെ മറുപടി നബി ആവശ്യപ്പെട്ടത് അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. പടച്ചവന്റെ രക്ഷ എനിക്ക് മാത്രമല്ല സജ്ജനങ്ങളായ എൻ്റെ ഉമ്മത്തുകൾക്കെല്ലാം നീ വ്യാപകമായി കൊടുക്കണമേ എന്ന് റസൂലുള്ള മിഅ്റാജിന്റെ രാത്രിയിൽ തഹിയ്യത്തിന്റെ ഉത്തരം ലഭിച്ചപ്പോൾ അള്ളാഹുവോട് ആവശ്യപ്പെട്ടു. ഇതാണ് അദ്ദേഹം സമർപ്പിക്കുന്നത്. അതുകൊണ്ട് സലാം അള്ളാഹുവിൽ നിന്ന്, സൃഷ്ടിയിൽ നിന്നുണ്ടായി. അപ്പോൾ സൃഷ്ടികൾ എന്ത് ചെയ്യേണ്ടി വരും? നിർബന്ധമായി മടക്കൽ. അതുകൊണ്ടാണ് സലാം ആര് എവിടെ പറഞ്ഞാലും, ഏത് കല്ല് പറഞ്ഞാലും മരം പറഞ്ഞാലും മടക്കൽ നിർബന്ധമായി. മുസ്ലിം അമുസ്ലിം എന്നൊന്നുമില്ല. സലാം അള്ളാഹുവിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അതിന്റെ ഉത്തരം പറയൽ വാജിബായി. തഴവ ചരിത്രം വളരെ കൃത്യമായി വിവരിച്ചിട്ടുണ്ട് തഴവ ഉസ്താദ്. നിങ്ങൾക്ക് മലയാളത്തിൽ അത് വായിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഇസ്രാഇന്റെ അവസാനമാണ് മിഅ്റാജ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്നെയും കൊണ്ടുപോയി. അങ്ങനെ ഓരോ ആകാശലോകത്തും ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ, പ്രവാചകന്മാർ, അവർ നബിയെ സ്വീകരിച്ചു. 6 മൂസ അലൈഹിസ്സലാമിനെയും 7 ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും ദർശിച്ചു. എന്നിട്ടാണ് സിദ്റത്തുൽ മുൻതഹയിലേക്ക് കൊണ്ടുപോയത്. അതാണ് സൂറത്തുൻ നജ്മിൽ സിദ്റത്തുൽ മുൻതഹ പറയാൻ കാരണം. അത് മിഅ്റാജ് ആണെന്ന് സമർത്ഥിക്കുന്നതിന്റെ തെളിവായി വന്നത് അങ്ങനെയാണ്. ലഖദ് റഅ മിൻ ആയാത്തി റബ്ബിഹിൽ കുബ്ര. അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിൽ നിന്ന് വലിയ അത്ഭുതകരമായ ദൃഷ്ടാന്തം കണ്ടു. അത് സിദ്റത്തുൽ മുൻതഹ. അത് ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു അതിർത്തിയിലെ ഇലന്തിമരമല്ല, ഒരലങ്കാര പ്രയോഗത്തിൽ വന്നൊരു വൃക്ഷവുമല്ല. ഇൻദഹ ജന്നത്തുൽ മഅ്വ എന്നാണ്. വിശ്വാസികൾ വന്നണയുന്ന സ്വർഗം അവിടെയാണ്. അപ്പൊ പരലോകവുമായി ബന്ധപ്പെട്ടാണ് സിദ്റത്തുൽ മുൻതഹ എന്ന് ഖുർആൻ അതിന്റെ സൂചന നൽകുന്നതിനാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ദൃഷ്ടാന്തം എന്ന് സൂറത്തുൻ നജ്മിൽ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രത്യേകമായ അറിവുകളൊന്നും ഈ വഹീന് മുൻപില്ല. ലോകത്തെ ഏതെങ്കിലും ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചിട്ടില്ല. ഏതെങ്കിലും അഭ്യസ്തവിദ്യരോട് ചോദിച്ചു മനസ്സിലാക്കുന്ന ഒരു സാഹചര്യവും ഇല്ല. പക്ഷേ അള്ളാഹു അദ്ദേഹത്തിന് സർവവും നൽകുന്നുണ്ട്. ആ നൽകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടിയാണ് ഇസ്റാഉം മിഅ്റാജും. സൂറത്തുൻ നിസാ, സൂറത്തുൻ നിസായില് നബിക്ക് നൽകിയ അനുഗ്രഹം പ്രതിപാദിക്കുന്ന ഒരു ആയത്തുണ്ട്. വഅൻസലല്ലാഹു അലൈക അൽ കിതാബ വൽ ഹിക്മ വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അളീമ. അല്ലാഹു നിനക്ക് ഈ കിതാബ് ഇറക്കി തന്നു, ഖുർആൻ. ഖുർആനിനെ എന്നിട്ട് വിശേഷിപ്പിച്ച വേറൊരു പദമുണ്ട് ഖുർആനിൽ. അതിലെ എല്ലാ കാര്യവും വഫസ്സൽനാഹു തഫ്സീല, എല്ലാം വിവരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് വിജ്ഞാനദാഹിയായ, ജ്ഞാനകുതുകിയായ ഒരു മനുഷ്യൻ ഈ മഹാപ്രപഞ്ചത്തിൽ എന്തെല്ലാം അന്വേഷിക്കുന്നു അതിനെക്കുറിച്ചെല്ലാം വിശദമായ വ്യാഖ്യാനങ്ങളും വിശദീകരണവും സൂചനയൊക്കെ ഇതിനകത്തുണ്ടെന്ന് ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിനക്ക് കിതാബ് നൽകി, 2 ഹിക്മത്ത് നൽകി. അതാണ് ജ്ഞാനം, അതാണ് നബിയുടെ ചര്യ, അതാണ് നബിയുടെ ജീവിതം, അതാണ് നബിയുടെ സുന്നത്ത്, നബിയുടെ വാക്കുകൾ.
സർവോപരി ഭൗതികവും ആത്മീയവുമായ മേഖലയിലെ എല്ലാ അറിവുകളുടെയും സാരാംശമാണ് ഹിക്മത്ത്. ഹിക്മത്തിനെ കുറിച്ച് ദീർഘമായ ചർച്ച നടന്നത് ഇമാം ഷാഫി അലൈഹി റഹ്മയുടെ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ റിസാല എന്ന ലോകപ്രസിദ്ധമായ ഒന്നാമത്തെ ഹദീസ് ഉസൂലുൽ ഫിഖഹിന്റെ മേഖലയിൽ ആദ്യത്തെ കിതാബ് അതാണ്. അതിൽ ഹിക്മത്ത് സ്ഥാപിക്കുന്നതിന് ഏതാണ്ട് പകുതിയോളം പേജുകൾ അതാണ് വിവരിക്കുന്നത്. അതാണ് നബിയുടെ അറിവിന്റെ ലോകം. അത് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അള്ളാഹു കിതാബ് നൽകി, നബിക്ക് ഹിക്മത്ത് നൽകി. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് വഅല്ലമക മാലം തക്കുൻ തഅലം, നിനക്ക് അറിഞ്ഞുകൂടാത്തതെല്ലാം നിന്നെ അള്ളാഹു പഠിപ്പിച്ചു. അപ്പൊ അതിൽ ഒരു പ്രത്യേകതയുള്ളത് മാലം തക്കുൻ തഅലം എന്നാണ്. അതിന്റെ അർത്ഥം അറിഞ്ഞുകൂടാത്തതെല്ലാം. നക്രയാണ്, അവ്യക്തതയെ കുറിക്കുന്നു ആ വാക്ക്. ഇന്ന അറിവെന്നല്ല, നിനക്ക് അറിഞ്ഞുകൂടാത്തത് എന്തൊക്കെയുണ്ടോ അതെല്ലാം അറിയിച്ചു, അതെല്ലാം നിന്നെ പഠിപ്പിച്ചു. എന്താ കാരണം? വകാന ഫളുലുല്ലാഹി അലൈക അലീമ, നിന്റെ മേൽ അള്ളാഹുവിന്റെ ഔദാര്യം അത്ര മഹത്വമേറിയതാകുന്നു. ഇതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിൽ ഖുർആനുമായി ബന്ധപ്പെട്ട് നബിക്ക് നൽകിയ അറിവുകളുടെ വിശാലമായ പ്രപഞ്ചത്തെ ആവാഹിച്ച് പറയുന്ന ഒരു വചനം. അപ്പൊ മിഅ്റാജിലാണ്, അള്ളാഹുവിനോടുള്ള തഹയ്യത്തിന് ശേഷമാണ് നമസ്കാരം ഫർളാവുന്നത്. അത് മൂസാ അലൈഹിസ്സലാമിന്റെ ഇടപെടലും അവർ തമ്മിലുള്ള സംസാരവും തുടങ്ങി ഏതാണ്ട് 50 എന്നത് ലഘൂകരിച്ച് 5 സമയ നമസ്കാരമാക്കി കൊടുത്ത സംഭവം സർവാംഗീകൃതമായി. ഞാൻ പറഞ്ഞല്ലോ, ഉമർ, അലി, അനസ്, ഇബ്നു അബ്ബാസ്, അതുപോലെ തന്നെ അബൂദറുൽ ഗിഫാരി തുടങ്ങിയ പ്രമുഖ സഹാബിമാരെല്ലാം ഈ സംഭവം ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ ഈ 5 സമയ നമസ്കാരം ഇസ്ലാമിക ലോകത്ത് നിർബന്ധമാക്കപ്പെടുന്നത് അവിടെ വെച്ചാണ്. അതുമായിട്ടാണ് നബി തിരിച്ചു വന്നത്. അപ്പോൾ വന്നപ്പോൾ മുശ്രിക്കുകൾക്ക് വലിയൊരു അത്ഭുതമായി. വഴിമധ്യേ അബൂബക്കർ സിദ്ദീഖിനെ കണ്ടവർ പറഞ്ഞു, നിന്റെ കൂട്ടുകാരൻ പിച്ചും പേയും പറയുന്നതേ കേട്ടിട്ടുള്ളൂ, ഇത്രയും വലിയ നാണക്കേട് ആരെങ്കിലും പറയുമോ? 1 മാസത്തെ ദൂരമാണ് അങ്ങോട്ട്, തിരിച്ചു 1 മാസം. അയാൾ ബൈത്തുൽ മുഖദ്ദസിൽ പോയി തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. നേരം വെളുക്കുന്നതിന് മുമ്പ് ഇഷാ കഴിഞ്ഞാണ് ഉറങ്ങാൻ കിടന്നത്. അപ്പോ ആ സിദ്ദീഖുൽ അക്ബർ ചോദിച്ചു, നബി അങ്ങനെ പറഞ്ഞോ? അപ്പൊ അവര് പറഞ്ഞു എങ്കിൽ ഞാൻ സാക്ഷിയാകുന്നു, അന്നഹുൽ ഹഖു, അത് സത്യമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. എങ്കിൽ എനിക്ക് ഉറപ്പാണ്. കാരണം ഇതിനും അപ്പുറമുള്ളത് നബി പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് വഹിയ്, അള്ളാഹുവിന്റെ വഹിയാണുള്ളത് ഖുർആൻ. അതിൽ വിശ്വസിക്കുന്ന എനിക്ക് നബിയുടെ ഈ ഇസ്റാഉം അതിനെ തുടർന്നുള്ള കാര്യങ്ങളും വിശ്വസിക്കാതിരിക്കാൻ ന്യായമൊന്നുമില്ലല്ലോ. അതാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പൊ ആദ്യം സത്യപ്പെടുത്തിയത് അബൂബക്കർ ആയതുകൊണ്ട് ആ നാമം അദ്ദേഹത്തോട് ചേർക്കപ്പെട്ടു. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖായത്. നമ്മൾ പേരിട്ടാൽ പോലും സിദ്ദീഖാവൂല. അബൂബക്കർ സിദ്ദീഖായത് ഒരു പ്രദേശം ഒന്നടങ്കം നിഷേധിച്ചപ്പോൾ അതിനെതിരെ നിലകൊണ്ടു എന്ന് മാത്രമല്ല, അതിൽ അദ്ദേഹം സത്യസാക്ഷ്യം വഹിച്ചു. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന പേരിലേക്ക് അറിയപ്പെടുക. ബാറക്നാ ഹൗലഹു എന്നാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ ഒരു പ്രത്യേകത പറഞ്ഞത്. അതിന്റെ സമീപ ഭാഗങ്ങൾ, പ്രദേശങ്ങളെല്ലാം അഭിവൃദ്ധമാകുന്നു, ബർക്കത്ത് ചെയ്യപ്പെട്ടത്, ഐശ്വര്യം നിറഞ്ഞത്, അനുഭവിക്കാൻ പറ്റുന്ന നിലയിൽ തലമുറകൾ. നബി വഫാത്തായിട്ട് ഇപ്പൊ 15 നൂറ്റാണ്ടായി. ഇന്നും അഭിവൃദ്ധമായ, വളരെ മനുഷ്യ മനസ്സിനെ സാന്ത്വനപ്പെടുത്തുന്ന, ഏറ്റവും വലിയ ഊഷ്മളതകൾ നൽകുന്ന
കാഴ്ചയ്ക്ക് അതീവ ഭംഗിയുള്ള ഒരു ഭൂപ്രദേശമാക്കി മാറ്റി. ഇന്നും അങ്ങനെ തന്നെയാണ്. എണ്ണമറ്റ പ്രവാചകന്മാരുടെ ജീവിതകാലമാണ് അവിടെ. എന്നൊക്കെയാണ് ഈ പള്ളിയുടെ ചുറ്റും ബർക്കത്ത് ചെയ്യപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നത്രേ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയുക. ലിനുരിയഹു മിൻ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തം നബിയെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇസ്റാ അതിലൊന്നാണ്, മിഅ്റാജ് 2ആണ്, സിദ്റത്തുൽ മുൻതഹ 3ആണ്, അള്ളാഹുവുമായിട്ടുള്ള സംസാരം 4ആണ്. തുടർന്നുള്ള കാര്യങ്ങൾ ഏതാണ്ട് ഈ 1.5 ലക്ഷം അമ്പിയാ മുർസലുകൾക്ക് ഇമാമത്ത് നിൽക്കുന്നത് മറിയം അലൈഹിസ്സലാം ജനിച്ചു വളർന്ന മസ്ജിദുൽ അഖ്സയുടെ മിഹ്റാബ്, അവിടെയാണ് അവർ നമസ്കരിച്ചിരുന്നത്. സുലൈമാൻ നബി നമസ്കരിച്ചത് അവിടെയാണ്. അവിടെ നിന്നുകൊണ്ടാണ് നബിയുടെ നമസ്കാരം. ഇത്രയും വലിയ ഈ ദൃഷ്ടാന്തങ്ങൾ നബിയെ കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തതാണ് ഈ റജബ് മാസം മിഅ്റാജ് എന്ന സംഭവം. ഒപ്പം ഖുർആൻ സ്ഥിരപ്പെടുത്തിയ ഇസ്റാ എന്ന സംഭവം. അതിൽ അനാചാരങ്ങളിലല്ല നമ്മൾ വീഴേണ്ടത്, മറിച്ച് ഈമാനികമായി ശക്തിയും പിമ്പലവും പ്രതീക്ഷയും നൽകുന്ന പടച്ചവന്റെ അപാരമായ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ എത്തിച്ചേരേണ്ടത് എന്ന് എല്ലാവരെയും ഉണർത്തുന്നു. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.